രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കണിയും കണ്ടാട്ടോ എഴുന്നേറ്റത്. പാവം തലേദിവസം രാത്രി 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും വെളുപ്പിന് 6:30 ആയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ആ ഉറക്കപ്പിച്ചിൽ ഫോണും പൊക്കി എടുത്തോണ്ടാണ് കേട്ടോ എണീറ്റ് വന്നത്. ഷിനാജ് അങ്ങനെ വന്ന ഉടനെ തന്നെ കയറി കിടന്നുറങ്ങി. ഞാനും കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ടാണ് പിന്നെ എഴുന്നേറ്റത്. അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ പരിപാടിയൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ ചെമ്മീൻ മുളകിട്ടത് വെക്കാൻ പോവാണ്. ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ, എന്നാൽ ഒടുക്കത്തെ ടേസ്റ്റുമാണ്. മുളക് പൊടി, പേരിന് കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇട്ടതേ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് തക്കാളി, ചെറിയുള്ളി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടെ കുനുകുനാന്നിരിഞ്ഞത് അതും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഒരു 2 കഷ്ണം കുടംപുളി, നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പുളി ഇടാൻ കേട്ടോ. തക്കാളി ഉള്ളതുകൊണ്ട് 2 കഷ്ണം കുടംപുളി ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നേരെ അടുപ്പത്തോട്ട് വെക്കുക. തിളച്ച് വരുമ്പം ചെമ്മീൻ ഇങ്ങനെ പിറക്കിയിട്ട് കൊടുക്കണം. ചെമ്മീനൊന്ന് വെന്ത് പറ്റി വരുമ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇങ്ങനെ കറക്കി ഒഴിച്ചാൽ ചെമ്മീൻ മുളകിട്ടത് റെഡിയായി. രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ച് ഷിനാജിന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ആൾ പോയി കിടന്നുറങ്ങി. പിന്നെ ചോറ് കഴിച്ചത് ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ്. ഇവിടെ വന്നാൽ ഷിനാജിന് കൂടുതൽ നാടൻ ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഈ ഒരു മീൻകറി നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ചതാണ്. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ബീട്രൂട്ട് മെഴുക്ക് വരട്ടിയതും, ചെമ്മീൻ റോസ്റ്റും, പിന്നെ എൻ്റെ ചെമ്മീൻ മുളകിട്ടതും, എൻ്റെ ഫേവറേറ്റ് ചെമ്മീൻ മുളകിട്ടതും ഉണ്ടായിരുന്നു. ഞാൻ ചെമ്മീനുണ്ട് പിന്നെ വേറെ ഒരു കറി എടുക്കത്തില്ല കേട്ടോ, എനിക്കത് മാത്രം മതി. ഷിനാജിനാണെങ്കിൽ ഈ മീൻകറി ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഷിനാജ് വരുന്നത് കൊണ്ടാണ് തലേ ദിവസം തന്നെ മീൻകറി വെച്ചത് കേട്ടോ. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂടി. ഇതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ചോറ് കഴിച്ചിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പുറത്തോട്ടൊക്കെ പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ മഴ അതിന് സമ്മതിച്ചില്ല. നല്ല തകൃതിയായിട്ട് മഴ കുറേ നേരം ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ ആ മഴയെ നോക്കി അവിടെ കൊച്ചു വർത്താനവും പറഞ്ഞിരുന്ന്. പിന്നെ രാത്രി ആയപ്പോൾ എന്താണെന്നറിയത്തില്ല, എനിക്ക് ബിരിയാണി തിന്നാനൊരു കൊതി. അപ്പം ബിരിയാണി ഇത് ഒരെണ്ണം ഓർഡർ ചെയ്ത് വാങ്ങിച്ച്. പക്ഷേ ഹൈദരാബാദി ബിരിയാണി അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു കേട്ടോ. എനിക്കിൻ്റെ മസാലയൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല, വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മീൻകറിയുടെ കൂടെ ഷിനാജിന് കഴിക്കാൻ വേണ്ടി.